അപ്പോൾ നമ്മൾ കുറേ നാളുകൂടി ഒരു വീഡിയോ എടുക്കണം. ഇന്നത്തെ വർക്ക് പോകണമെന്ന് വെച്ചാൽ ഓണംപാളയം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഓണംപാളയം അതായത് കോയമ്പത്തൂർ ഉക്കടം ചെല്ലണതിൻ്റെ ഫ്ലൈ ഓവറിൻ്റെ അടുത്ത് നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് നേരെ അവിടെ ഒരു പോലീസ് സ്റ്റേഷൻ ഉണ്ട്, തൊണ്ടമണ്ണൂർ പോലീസ് സ്റ്റേഷൻ. ആ പോലീസ് സ്റ്റേഷൻ്റെ അവിടെ നിന്ന് റൈറ്റ് തിരിഞ്ഞിട്ട് നേരെ ഓണംപാളയം എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്താണ് പോണത്. അപ്പോൾ അത് നൂലാണ് നമുക്ക് ലോഡ് ചെയ്യേണ്ടത്. ഇവിടെ കോയമ്പത്തൂർ എല്ലാൻ്റെ റോഡിലേക്ക് എത്തി. അവിടെ ആർട്ടുവിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. കാലിയാണ്, ഇപ്പോൾ ഇവിടെ നിന്ന് കാലിയാണ്. അപ്പോൾ അവിടെ ആർട്ടുവിൻ്റെ അവിടെ നിർത്തണ്ട. അപ്പോൾ അവിടെ നിന്ന് ലോഡ് ചെയ്ത് ഇങ്ങോട്ട് പോകണം. അപ്പോൾ അങ്ങോട്ട് പോകണമെന്ന് വെച്ചാൽ 40 പോണത് നമ്മൾ സാധാരണ വണ്ടികൾ പോണ വഴി കൂടി പോകില്ല ഇത്. അപ്പോൾ ഇത് 2-3 കട്ടിങ് ഉണ്ട്, അപ്പുറം തിരിവുണ്ട് അവിടെ. അപ്പോൾ ആ കമ്പനിയിലോട്ട് പോണ ആൾക്കാർ, പുതിയതായിട്ട് പോണ ആൾക്കാർക്ക് ഒറ്റയ്ക്ക് അങ്ങനെ പോകാൻ പറ്റില്ല. അത് മനസ്സിലായാല അങ്ങനത്തെ തിരിവും വളവൊക്കെ അവിടെ 2-3 വേറെ റോഡുകളിലേക്ക് ഇറങ്ങി പോകണം. അപ്പോൾ ആ റോഡും കാര്യങ്ങളൊക്കെ ഒന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തി ഒരു വീഡിയോ ആക്കി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി ഈ കമ്പനിയിലേക്ക് പോകുന്ന ആൾക്കാർ സംശയം ഉണ്ടെങ്കിൽ ആ വീഡിയോ നോക്കി പോയാൽ മതി. ഇപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് പോകുമ്പോൾ നേരെ ഉക്കടത്തേക്ക് ലെഫ്റ്റിലേക്ക് തിരിയണം. സിഗ്നലിൻ്റെ അവിടെ നിന്ന് ലെഫ്റ്റ് തിരിയണം. സർവീസ് റോഡ് പിടിക്കരുത്, മെയിൻ റോഡ് പിടിച്ച് തിരിയണം. അപ്പോൾ നമുക്ക് വഴിയെ കണ്ടുപോകാം. അപ്പോൾ നമ്മൾ തമിഴ്നാട് ആർടിഒൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ എത്തിയിട്ട് നമ്മൾ കാലി വണ്ടി ആണെന്നുണ്ടെങ്കിൽ നമ്മളവിടെ നിർത്തേണ്ട ആവശ്യമില്ല. എങ്കിലും അമ്മമാരുടെ അടുത്തൊന്ന് ജസ്റ്റ് ഇതിങ്ങനെ എങ്ങനെ കാണിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാബിൻ്റെ അകത്ത് ലൈറ്റ് ഇടണം. ക്യാബിൻ്റെ അകത്ത് ലൈറ്റ് ഇട്ടിട്ട് കൈകൊണ്ട് ഇല്ല എന്നൊന്ന് കാണിച്ചാൽ മതി. കാലി എന്ന് കാണിക്കുമ്പോൾ ഓക്കെ ആവും. കുറച്ചടിക്കണവന്മാർ മനസ്സിലാവും, കാര്യം മനസ്സിലാവും. ബൈപ്പാസിലേക്ക് എൻ്ററായി. ബൈപ്പാസിലെ ഫസ്റ്റ് ടോള്, 2ാമത്തെ ടോള് കഴിഞ്ഞിട്ടുള്ള സിഗ്നൽ. ആ സിഗ്നലിൽ നിന്ന് ലെഫ്റ്റ് നമ്മൾ ഫസ്റ്റ് ടോളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ടോളൊക്കെ എന്ന് പറഞ്ഞാൽ സാധാരണ മറ്റേ ടോളല്ല, ജസ്റ്റ് ഒന്ന് സ്ലോ ചെയ്താൽ മാത്രം മതി. അപ്പോൾ തന്നെ അവിടെ നോക്കണം. എല്ലാൻ്റെ റോഡിലുള്ള മെയിൻ പ്രശ്നം ഇത് സിംഗിൾ റോഡാണ്. എന്നാൽ ഒരൊറ്റ അവിടെ തന്നെ ഡിമ്മടിക്കുന്ന പരിപാടി. ഡിമ്മടിച്ച് കഴിഞ്ഞാൽ റോഡ് എല്ലാവർക്കും മര്യാദക്ക് കാണാം. ഞാൻ ഡിമ്മടിച്ച് ഇവിടെ ഓടിക്കാറുണ്ട്. റൈറ്റ് ഇട്ടു ജസ്റ്റ് ഒന്ന് ഒന്ന് ഡിമ്മടിക്കുമെന്ന് നോക്കും. അവിടെ ഡിമ്മടിക്കും, ഒരെത്താനും ഡിമ്മടിക്കൂലേ റോഡിൽ, ഒരെണ്ണം ഡിമ്മടിക്കൂലേ. നമ്മളിവിടെ നിന്ന് ഡിം റൈറ്റ് അടിച്ച് കാണിച്ചു കൊടുക്കും. അമ്മമാർക്കൊന്നും അതിൻ്റെ ആവശ്യമില്ല എന്നുള്ള മൈൻഡിലാണ് പോകുന്നത്. വല്ലപ്പോഴും വല്ല ബസ്സാ അല്ലെങ്കിൽ വല്ല കണ്ടെയ്നർ വണ്ടിയൊക്കെ വന്നാൽ അത് ഡിമ്മടിച്ച് തന്നെ കാണാം. സിംഗിൾ റോഡാണെന്നുള്ള ബോധം പോലും ഇല്ലാന്ന് റൈറ്റ് അടിച്ച് വരുന്നത്. അവന്മാർക്ക് തന്നെ പ്രശ്നം. നമ്മളിപ്പോൾ ലെഫ്റ്റിൽ വേറെ എന്തെങ്കിലും ബൈക്കാ വല്ല നിർത്തിയിട്ട് കാണാൻ പറ്റാണ്ട് പെട്ടെന്ന് അടുത്തെത്തുമ്പോൾ കണ്ടാൽ റൈറ്റിലോട്ട് വെട്ടിക്കും. ചവിട്ടി നിർത്തിയാലൊന്നും നിൽക്കില്ല. ഇനി റൈറ്റിലേക്ക് വെട്ടിക്കേണ്ടി വന്നാൽ വെട്ടിക്കും. വെട്ടിച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇട്ടിട്ട് പേടിക്കുള്ളൂ. അപ്പം ഇത് മനസ്സിലാക്കാണ്ട് ഡിമ്മ അടിക്കാണ്ട് ഇങ്ങനെ വന്നിട്ട് ഡിമ്മടിക്കാത്തവൻ തന്നെ ബുദ്ധിമുട്ടും. അവനായിട്ട് തന്നെ ചിലപ്പോൾ ചെന്ന് കയറുള്ളൂ. ബാക്കിയുള്ള വണ്ടികൾ എല്ലാം ബ്രൈറ്റിലാണ്. ബസ്സിൻ്റെ ഒക്കെ അടിയിൽ 4, 1, 2, 3, 4, 5, 6, 7, 8 ലൈറ്റ്. ഈ ലോറിക്ക് എത്ര 4 ലൈറ്റ്, 4ഉം ബ്രൈറ്റിലാണ് ഇട്ടിട്ടുള്ളത്. അതുപോലെ മുട്ട പോലത്തെ കാറിൻ്റെ ഉണ്ട് 2, അതും ബ്രൈറ്റ്. അപ്പം ഡിമ്മടിച്ചാൽ മതി, ഡിമ്മടിച്ചാൽ ഓടിക്കുള്ളൂ. ബ്രൈറ്റ് അടിച്ച് നോക്കും അവൻ ഡിമ്മടിക്കുമെന്ന്. ഈ റൂട്ടിൽ ഒരൊറ്റ എണ്ണം ഡിമ്മടിക്കുന്ന പരിപാടി. അതിൻ്റെ കൂടെ ആ വൈറ്റ് ലൈറ്റ്, വെള്ള ലൈറ്റ് കൂടി പിടിപ്പിച്ചിട്ടുണ്ട്. എത്ര നേരം കൊണ്ട് നമുക്ക് ഇവിടെ കൂടി പാസ്സായിട്ട് അപ്പുറത്തെത്താം. ഇത് കഴിഞ്ഞിട്ട് ഒരു സിഗ്നൽ വരും.
കട്ട് ചെയ്ത് കയറണം. കോട്ടയം വരുമ്പോൾ സർവീസ് റോഡ് പിടിക്കാൻ പാടില്ല, ലെഫ്റ്റ് തിരിയാനായിട്ട്.
അപ്പോൾ രാവിലെ തന്നെ ലോഡ് ചെയ്യുന്ന ആൾക്കാരൊന്ന് എന്ന് പറഞ്ഞ് വണ്ടിയോട്ട് പിടിക്കാൻ വേണ്ടി പറഞ്ഞു. അത് മുമ്പോട്ട് പോയിട്ട് ആ റൈറ്റിലോട്ടുള്ള വഴിയിലേക്ക് റിവേഴ്സ് വന്നു. താനിവിടെ വണ്ടിയിട്ട് വന്നതാ? എന്തെന്തായി കയ്യൊക്കെ എന്ത് കൊണ്ടുവരണം? എനിക്കറിയാമ്പോൾ യാർന്ന് ഒരു വണ്ടിയുള്ളത് വിളിക്കണ്ട വണ്ടത്. തൂക്കിയായിരുന്നോ? വണ്ടി തൂക്കിയാ? ആജത്തായി പറയണ്ട. പാൽക്കല്ല് തൂക്കണമായിരുന്നു. ഇപ്പൊ അങ്ങാട് പോകുമ്പോ എടുത്തിട്ടേ കാലി വണ്ടി ഏതെങ്കിലും വേറെ വരുമ്പോ രണ്ടുകൂടി ഒരുമിച്ചാണ് തൂക്കിയാൽ മതി. നമ്പർ കൊടുത്താൽ അത് 2-3 വഴി തിരിഞ്ഞാണ് വന്നത്. പറഞ്ഞാൽ മനസ്സിലാവൂല. നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുത്തു വണ്ടി ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് പുറകിൽ നിന്ന് അവർ മറ്റേ സാധനം വെച്ചിട്ട് കറണ്ടിലൊരു ഹൈഡ്രോളിക് ജാക്കിയാണ്. ആ ജാക്കി വെച്ച് ലെവലാക്കി അപ്പുറത്തുനിന്ന് നടന്നു കയറാനുള്ള സെറ്റപ്പ് ചെയ്ത് ലോഡ് ചെയ്യാനുള്ള സെറ്റപ്പ് ചെയ്യുന്നു. ഇനിയിപ്പോൾ ഒരു 8:45 ഇനിയിപ്പോൾ ഒരു 12 മണി വരെ എന്തായാലും ലോഡിങ് 12 മണിയാകുമ്പോൾ തീരും. മറ്റേ വണ്ടി എത്തിയിട്ടില്ല. അപ്പോൾ അത് എത്തിയുമ്പോൾ 2 വണ്ടി കൂടി ഒരുമിച്ച്, മറ്റേത് ഒരു 12 മണിക്ക് പിടിച്ചാൽ 2 മണിയാകുമ്പോൾ തീരുള്ളൂ. എന്തായാലും ഇവിടെ നിന്ന് ഒരു 9:30 രാത്രി 9:30-10 മണി കഴിഞ്ഞിട്ട് ഇറങ്ങി പോകാൻ പറ്റുള്ളൂ. എന്നുവെച്ചാൽ റോഡെല്ലാം ഫ്രീ ആയാൽ മാത്രമേ നമുക്ക് ആ ചെറിയ വഴി കൂടി പുറത്തേക്ക് പോകാൻ പറ്റുള്ളൂ. കഴിഞ്ഞ ദിവസം നമുക്ക് ബാംഗ്ലൂർ പോയത്. അപ്പോൾ എല്ലായിടത്തും ക്ലിയറായി. പക്ഷേ പാലിൻ്റെ ഈ ബാക്കിൽ മാത്രം അടിക്കാൻ മറന്നു. ഞാനും ശ്രദ്ധിച്ചില്ല. വെള്ളം നനഞ്ഞെന്ന് വെച്ചുകൊണ്ട് ഞാനും നേരത്തെ വെള്ളം അടിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിച്ചു എല്ലായിടത്തും. പക്ഷേ ഇത് ക്ലിയർ ആക്കിയിട്ടില്ല. വെള്ളം അടിച്ചത് മാത്രമേ ഉള്ളൂ. വെള്ളം അടിച്ചപ്പോൾ ആ കറുത്തപാട് അത് കറുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് വെള്ളം ഉണങ്ങി കഴിഞ്ഞപ്പോൾ പിന്നെ അത് വെള്ളം പോലെ. നമ്മൾ അവിടെ നിന്ന് വന്നിട്ട് അവിടെ ഫ്രണ്ട് എടുത്ത് ഇങ്ങോട്ട് റിവേഴ്സ് അവിടെയാണ് വണ്ടി കിടക്കുന്നത്. അപ്പോൾ മറ്റേ വണ്ടി ഇതുവരെ വന്നിട്ടില്ല. അവിടെ എന്തോ ലൈനിലോ എന്തോ തട്ടിയിട്ട് അവിടെ കിടക്കണമെന്ന് പറഞ്ഞു. നമ്മളിപ്പോൾ ക്യാൻറ്റീനിലോട്ട് പതുക്കെ നടക്കണേ. ഇപ്പോൾ നമ്മൾ ലോഡിങ് ഒക്കെ കഴിഞ്ഞ് സീലൊക്കെ ഇട്ട് വണ്ടി കൊണ്ടല്ല അവിടെ മൊത്തത്തിൽ പാർക്ക് ചെയ്യുന്ന സ്ഥലത്തോടെ പാർക്ക് ചെയ്യണം.
വണ്ടി ഒതുക്കിയിട്ട് മറ്റേ വണ്ടി അപ്പോൾ ലോഡ് കയറ്റാൻ വേണ്ടി പോയി. സൈഡിൽ കൂടെ വണ്ടി കറക്റ്റായിട്ട് പാസ്സാവും. ശരിക്കും നമ്മതില്ല അവിടെ മല കണ്ട, ആ കാണുന്ന മലയുടെ അപ്പുറത്തുനിന്നാണ് വന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ട് ക്രോസ് ചെയ്യാനായിട്ടുള്ള പണിക്കാണ് നമ്മൾ അവിടെ പോയി കറങ്ങി തിരിഞ്ഞേക്ക് വരേണ്ടത്. ഇനിയിപ്പോൾ 12 മണിയായിട്ടുള്ളൂ. അപ്പോൾ ഇനി വൈകുന്നേരം 5 മണിയൊക്കെ ആകുമ്പോഴേ ബില്ല് തരുള്ളൂ. ബില്ല് മേടിച്ചിട്ട് രാത്രി ഒരു 11-12 മണിക്ക് എടുക്കുകയാണെങ്കിൽ സുഖമായിട്ടൊരു 6-7 മണിയാകുമ്പോൾ നമുക്ക് വല്ലാർപാടത്ത് തിരക്കാവണതിന് മുമ്പ് ഓടിച്ചില്ല. അപ്പോൾ ഇവിടെ നിന്നങ്ങോട്ട് ഇറങ്ങുമ്പോഴും വലിയ തിരക്കുണ്ടാവില്ല, ബ്ലോക്ക് ഉണ്ടാവില്ല. അപ്പോൾ അതാണ് ഈ പണിയുടെ പ്രത്യേകത. ഇനിയിപ്പോൾ എന്തായാലും അവിടെ ക്യാൻറ്റീനിൽ ഫുഡൊക്കെ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ക്യാൻറ്റീനിൽ ചെല്ലുക, ഫുഡ് അടിക്കുക, ഒരു 4-5 മണി വരെ കിടന്ന് ഉറങ്ങുക. അപ്പോൾ ഇനി ആ സമയമാകുമ്പോൾ സെക്യൂരിറ്റി ഒന്ന് വിളിക്കും, ബില്ല് മേടിക്കാൻ വേണ്ടി പറഞ്ഞിട്ട്.